നമസ്കാരം, ഞാൻ സുമേഷ് യാത്രക്കുളം, ശ്രീനാരായണ വിദ്യാമന്ദിർ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് 6/7/2024 നമ്മൾ ശ്രീനാരായണ വിദ്യാമന്ദിർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ കോടതിയിൽ നടന്നിട്ടുള്ള ഒരു കേസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിന്റെ പൊസിഷൻ എന്താണെന്ന് അത് ജസ്റ്റ് ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ എല്ലാവർക്കും, നമ്മുടെ മെമ്പർമാർക്കും ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ടാണ്. ഈ കേസ് യഥാർത്ഥത്തിൽ ഒരു 3 മാസം മുമ്പ് ഇതേ ചാനലിൽ തന്നെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 മാസം മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റേ ഒരു 3 അംഗ കമ്മിറ്റി, അതായത് നമ്മുടെ രാജേഷ് ഏട്ടൻ എടുത്തറ, പിന്നെ ജയകൃഷ്ണ ഏട്ടൻ പിരാരി, പിന്നെ അരവിന്ദാഷ് ഏട്ടൻ മണ്ണൂർ, ഇങ്ങനെ 3 അംഗ ആളുകളെ ഇത് സംസാരിച്ച് തീരാവുമെങ്കിൽ, ബിക്കോസ് ഇത് ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്പോൺസർ, ഉണ്ണികൃഷ്ണൻ, സരിത ഹരിദാസ് എന്ന് പറഞ്ഞുള്ള ഈ ഹരിദാസിന്റെ ഭാര്യയും കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്. അവർക്ക് എന്താണോ വേണ്ടത് എന്ന് ഈ ഇടയിലുള്ള ആളുകൾക്ക് രാജേഷേട്ടൊക്കെ മനസ്സിലായപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അകത്ത് വിരോധമൊന്നും ട്രസ്റ്റിനും ഇല്ല എന്ന് രാജേഷേട്ട് ബോധ്യപ്പെട്ടപ്പോൾ ആ കമ്മിറ്റി അവർക്ക് അത് നടത്തിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിക്കൊണ്ട് സംഭവിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇടയിൽ എല്ലാ ഭാഗമൊന്നും ബ്രീഫ് ചെയ്യില്ല. അവരെടുത്ത വലിയ നല്ല ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഹരിദാസിന്റെ ഭാഗത്തുള്ള ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കി, ഞങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി, ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു ഒരു മുദ്രക്കടലാസിലുള്ള ഒരു കടലാസ് ഇയാൾ ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി അത് ഉണ്ടാക്കി വളരെയധികം പണിപ്പെട്ടു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി or അൺഫോർച്ചുനേറ്റ്ലി കേസ് വിളിച്ച ദിവസം, പോസ്റ്റ് ചെയ്ത ദിവസം, ഈ രാജേഷ് ഏട്ടനും ജയകൃഷ്ണ ഏട്ടനും അരവിന്ദാഷ് ഏട്ടനും അതിനോടൊപ്പം നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് കോടതിയിൽ വന്നാൽ മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കാത്തത് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ഗവേണിംഗ് ബോഡിയുടെ ഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തും വന്നിട്ടുള്ള ചെറിയൊരു പോരായ്മയാണ്. അതിന് സംഭവിക്കില്ല, കുറച്ചും കൂടി കാര്യസ്ഥയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് വരാന്തിയിൽ വെച്ചിട്ട് തത്തിക്കാന്നുള്ള രീതിയിലുള്ള പരിപാടികൾ ചെയ്യുന്നതിന്റെ മേ ബി അതൊന്നും കൂടി കിട്ടിയ റിസൾട്ടാണ്. നന്നായി പോവുകയാണെങ്കിൽ നന്നായി പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കുറച്ച് ലൂസായിട്ട് വിടുന്നതിന്റെ പ്രോബ്ലമാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പൊ പ്രോബ്ലം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെൽ ആയിട്ട് എങ്ങനെയാണ് കോടതിയിൽ അത് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കാനുള്ള സമയം നമ്മൾ കുറച്ചും കൂടി അത് ഗൗരവത്തിൽ കാണണമെന്ന് രാജേഷേട്ടൻ്റെ അടുത്തും ജയേഷേട്ടൻ്റെ അടുത്തും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അത് അത്ര കഴിഞ്ഞില്ല, ചെറുതായിട്ട്. അപ്പം അതുകൊണ്ട് ഇവർ രാവിലെ കോടതിയിൽ വന്നു. കോടതിയിൽ വന്നപ്പോൾ വസ്തുത ഉണ്ടായിരിക്കുന്നത് രാജേഷേട്ടനും ജയേഷേട്ടനും കൂടി ഈ മുദ്രക്കടലാസ് ഉണ്ടാക്കി. ആ മുദ്രക്കടലാസിൽ അവരുടെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി, അത് നമ്മൾക്കും അവർക്കും കൂടി സമ്മതമുള്ള കണ്ടീഷൻ ഉണ്ടാക്കി. അതിൽ പെറ്റീഷണേഴ്സ് ആയിട്ട് സരിത ഹരിദാസും ഉണ്ണികൃഷ്ണനും ഒപ്പിട്ടു. അതിനുശേഷം ഞങ്ങളുടെ ഫൗണ്ടർ മെമ്പേഴ്സ് ഒപ്പിട്ടു. അതിനുശേഷം ഒപ്പം നമ്മുടെ ഒപ്പമുള്ള എന്താ പറയുക കണ്ടസ്റ്റൻസ് മുഴുവൻ, അതായത് ഞങ്ങളുടെ ഭാഗത്തുള്ള കണ്ടസ്റ്റൻസ് മുഴുവൻ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു പേപ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ആളുകളും കാര്യങ്ങൾ ഫാക്ട്സ് മറച്ചു വയ്ക്കാൻ പാടാത്ത ആളുകളുമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കോടതിയിൽ പറഞ്ഞു, ഈ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെറ്റിൽമെന്റിന്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ സെറ്റിൽമെന്റിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഇങ്ങനെ പെറ്റീഷൻസ് ഒപ്പിട്ടു, ഇന്ന ആൾക്കാർ ഒപ്പിട്ടു, ഇതാണ് അതിന്റെ കോപ്പി. അതിനെന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് അത് ചെയ്തിട്ട് മുന്നോട്ട് വരാം. അപ്പോൾ കോടതി ഇന്നലെ ഡേറ്റിന് അവരുടെ വരാൻ പറഞ്ഞു, എല്ലാവരും കോടതി വരാൻ. അപ്പോൾ അവർ കോടതിയിൽ വന്നു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ പെറ്റീഷൻസ് വന്നിട്ട് പെറ്റീഷൻസ് പറഞ്ഞു യഥാർത്ഥത്തിൽ ഉണ്ടായതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെയും സംഭവിക്കും. അതിനെ കുറ്റപ്പെടുത്തിയ കാര്യം, ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈഴവതീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഭൂരിഭാഗം ആളുകളുടെയും കഴിവാണ് വെറുതെ കടലിൽ പിടിച്ചു പോകാൻ ബക്കറ്റെടുത്തോടും കാണാൻ പറ്റുപോറ കയറെടുത്തോടും. ദാറ്റ് മീൻസ് എന്തിനേയും ഒന്ന് പർവ്വതീകരിച്ച്, അത് നല്ലതിന് വേണ്ടിയിട്ടല്ല, കേസ് കൂട്ടാൻ വേണ്ടി, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി താല്പര്യമുള്ള ആളുകൾ. അതുകൊണ്ട് അങ്ങനെ ആയി പോകരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. വളരെ നിസ്സാരമായതുകൊണ്ട് ഇത് വലിയ പ്രശ്നമായിട്ട് പറയാൻ നമുക്ക്, പക്ഷേ നിസ്സാരമായിക്കൊണ്ട് പറയാൻ കാരണം അത് സംഭവിച്ചത് വളരെ സിമ്പിളാണ്. യഥാർത്ഥത്തിൽ നടന്ന വസ്തുത എന്ന് പറയുന്നത് ഈ സരിത ഹരിദാസും ഉണ്ണികൃഷ്ണനും ഈ 5 കാര്യങ്ങൾ, 5 6 7 എത്ര ആ MOU എഴുതിയ കാര്യങ്ങൾ പൂർണ്ണ തൃപ്തിപ്പെട്ട് വായിച്ച് ഹരിയും മനസ്സിലാക്കി, സ്പോൺസറായിട്ടുള്ള ഹരിയും മനസ്സിലാക്കി, ഈ അവരും മനസ്സിലാക്കിക്കൊണ്ടാണ് ഒപ്പിട്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന ഒരു വാസ്തവമാണ്. ഞങ്ങളും ഞങ്ങളുടെ ആൾക്കാരൊക്കെ അത് ചെയ്തു കൊടുക്കാമെന്നുള്ള ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഒപ്പിട്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏതോ ചില പാളിച്ച കൊണ്ടിട്ട്, ഇപ്പം ഞാൻ എന്താണെന്ന് പറയുന്നില്ല,
ഇന്നലെ സരിത ഹരിദാസിന്റെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ മറ്റേ ഉണ്ണികൃഷ്ണൻ കോടതിയിൽ ഹാജരായപ്പോൾ ഈ കാര്യങ്ങൾ സെറ്റിലായോ എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ സർ സെറ്റിലൊന്നും ഫുള്ളായിട്ടായിട്ടില്ല, പക്ഷെ സെറ്റിലാവാന്നുള്ള ഒരു നിർദ്ദേശം രാജേഷ് എന്ന് പറയുന്ന ഒരാളുകൾ മധ്യസ്ഥന് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു മുദ്രക്കടലാസിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളും അതിൽ കുറച്ച് പെറ്റീഷനേഴ്സും ഞങ്ങളും ഒപ്പിട്ടു, പെറ്റീഷനേഴ്സ് ഒപ്പിട്ടു, ഒപ്പം കുറച്ച് കണ്ടസ്റ്റിംഗ് ഡിഫൻഡൻസ് ഒപ്പിട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പരാതിയോ പരിഭവമില്ല. അപ്പം അതുകൊണ്ട് കോടതി ദയവായിട്ട് ഈ ഒരു ഓർഡർ, ഈ ഞങ്ങളുടെ ഈ ആവശ്യപ്രകാരം നടപ്പിലാക്കാനുള്ള ഒരു ഓർഡർ കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കേസൊന്നും ഇല്ല എന്ന് വളരെ നല്ല രീതിയിൽ പറയേണ്ടതായിരുന്നു. ബിക്കോസ് അതാണ് സത്യം. അതിന് പകരം അവിടെ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് നിങ്ങൾ സെറ്റിലായോ ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ വക്കീൽ പറഞ്ഞു തീർച്ചയായിട്ടും ഇതാ ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങൾ ഒപ്പിട്ട് സെറ്റിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒപ്പിട്ട് ബിക്കോസ് കാണിച്ചു കൊടുത്ത് ഒറിജിനൽ തന്നെയാണല്ലോ, ബിക്കോസ് എല്ലാവരും ഒപ്പിട്ടല്ല കാണിച്ചു കൊടുക്കുന്നത്, രണ്ടാളും ബാക്കി സത്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒപ്പായിരുന്നാണ് ഒപ്പ് ഞങ്ങളുടെ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഒപ്പിട്ട്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഈ അതിലെഴുതിയിട്ടുള്ള ആവശ്യങ്ങൾ മതി എന്ന് പറയുന്നതിന് പകരം ഒപ്പ് ഞങ്ങളുടെ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഒപ്പിട്ടത്? അത് രാജേഷ് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നു, അയാൾ ഒരു വക്കീലിൻ്റെ അടുത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ട് ഒരു കടലാസ് കൊണ്ടുവന്നു, അതിൽ ഒപ്പിട്ടു. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയില്ലേ? വായിച്ചു നോക്കിയില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? എനിക്ക് അതായത് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇത് അവിടെ നിന്ന് 7ാം ക്ലാസ് വരെ ഇത് അവിടെ നിന്ന് പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങളിപ്പോൾ സെറ്റിൽ ആയിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട് പരിപാടി? എന്താ പറയേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് പകരം എന്താ പറഞ്ഞത്? ഇതാണ് പറഞ്ഞത്. അപ്പം ദാറ്റ് മീൻസ് ആ ഉണ്ണികൃഷ്ണേട്ടൻ്റെ അവിടുത്തെ പ്രകടനത്തിൻ്റെ മനുഷ്യനാണ് അയാളും. ദിവസം കോടതി പോയിട്ട് നല്ലൊരു പണി. അപ്പം അതുകൊണ്ട് യെസ്, നമ്മളതന്ന് സൂചിപ്പിച്ചപ്പോൾ, നമ്മുടെ രാജേഷിൻ്റെ അടുത്തൊക്കെ സൂചിപ്പിച്ചപ്പോൾ അത്ര ഗൗരവത്തോടു കൂടി അത് കണ്ടില്ല എന്നുള്ളൊരു പോരായ്മ മാത്രം അവിടെ സംഭവിച്ചുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല. അതിന് ഇനിയും തീരണമെന്നാണ് ഉള്ളതെങ്കിൽ നമുക്ക് റീടേക്ക് ചെയ്യാം. റീടേക്ക് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത് പറഞ്ഞാൽ ഇതേ രാജേഷേട്ടനും ജയേഷേട്ടനും അനിന്ദാഷേട്ടനും ഉണ്ടാവും. അവരിപ്പോൾ സ്ഥലത്തില്ല, ശരിയാണ്. അവരെ നാളെ തന്നെ വിളിച്ചിട്ട് നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ല, തീരണ്ട എന്നുള്ള കുറച്ച് ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കണം. ഈ ഹരിയും ബിരുവല്ല, ബിക്കോസ് ഹരി ഇതിനു വേണ്ടി ഇവിടെ ഗൾഫിൽ നിന്ന് വന്നാണ്, സൗദിയിൽ നിന്ന് വന്നാണ് തോന്നുന്നു. അതല്ലാത്ത കുറച്ച് ആൾക്കാർ തീരണ്ട എന്നുള്ളവരുണ്ട്. അവർ മുന്നിൽ നിർത്തിയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കിയിട്ട്, ഇത് തീരണ്ട എന്നുള്ള ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജേഷേട്ടൻ്റെ അടുത്ത് തന്നെ സംസാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് തീരും, കറക്റ്റാവും. ഇനിയും എവിടേക്കും പാടില്ല. ഇനിയും ചെയ്യാൻ പറ്റുമോ അതേ വഴി കൂടെ തന്നെ ചെയ്തു പോകണം. ഇതിന് പകരം ഇത് മുഴുവൻ പാളിയെന്നും ഇത് മുഴുവൻ പോയിയെന്നും ഇനി ഇതൊന്നും നടക്കാൻ പോകില്ല എന്നും എന്താണ് മറ്റേ കണ്ടസ്റ്റ് ചെയ്യണ കേസ് എന്നൊക്കെ, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരുടെ വിവേകവും അവരാരൊക്കെയാണെന്നും എല്ലാവരും റീഡ് ചെയ്ത് വയ്ക്കുക. ഇന്നലെ തൽക്കാലം ഇത് തീരാതായപ്പോൾ ഹരിയേട്ടൻ പോലും ഈ ഹരിദാസ് പോലും അല്പം സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്ന വസ്തുതയാണ്. എല്ലാവരും ഞങ്ങളൊക്കെ ബിക്കോസ് ഒരു ദിവസം കൂടെ തീർന്ന് ആ കോളേജ് നന്നാകേണ്ടതിന് പകരം തീർന്നു പോകാതായല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവിടെ സന്തോഷപ്പെട്ടിട്ടുള്ള വളരെ ചുരുക്കം 5 ആളുകളുണ്ടായിരുന്നു. 1 ദിവാരൻ, പഴയ സെക്രട്ടറി, 2 രഘു, 3 നമ്മുടെ അനിൽ ജി, ഇവിടെ മറ്റേ ഒരാൾ, 4 നമ്മുടെ ചെല്ലപ്പെട്ട, ഇന്നലെ ചെല്ലപ്പെട്ട വോയിസ് ഇട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് തെളിവായിട്ട്. അടുത്തത് നമ്മുടെ ഈ ആൾ എന്താണ് രാജേട്ടൻ. ഈ 5 ആളുകൾക്ക് സന്തോഷമുണ്ടായിരുന്നു. ശരി, ചെറുതായിട്ട്. ആ പാവങ്ങൾക്ക് അറിയില്ലാതെ എന്താ ചെയ്യുന്നത്. ബിക്കോസ് ഹിമാലയൻ ബ്ലണ്ടറാണ് ചെയ്യുന്നത്. സംഘടനയും സമുദായത്തെയും എല്ലാം പിന്നോക്കി വലിക്കുകയെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായില്ല. പക്ഷെ അവർ വീണ്ടും ഈ ഹരിദാസിനെ അതിനെ പ്രൊവോക്ക് ചെയ്തിട്ട്, ഹരിദാസിനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇനി പ്രശ്നങ്ങൾ കൂട്ടിയിട്ട് പോകാനുള്ള വിവരക്കുറവാണ് അവർ കാണിക്കുന്നത്. പിന്നെ ഒന്നും കൂടി ഹരിദാസും അല്പം ഇന്നലെ അതിന് ശേഷമൊക്കെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ട്, ഞാൻ പല അറിയാതെയെങ്കിലും പല വാക്കുകളും, അതായത് വസ്തുതകൾ പച്ചയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട് ഹരിദാസിനെ കുറിച്ച്. അതുപോലെ ഹരിദാസ് ഇനി ആവാൻ പാടില്ല. ബിക്കോസ് എന്താ കാരണം പറഞ്ഞാൽ ട്രാപ്പിൽ പെടാൻ പാടില്ല. ട്രാപ്പ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ. ഞാൻ അറിയപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. പിന്നെ 1-2 ദിവസം കൂടിയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഈ മധ്യസ്ഥർ വരട്ടെ, എന്തായാലും അവരിവിടെ സ്ഥലത്തില്ല. അതുവരെ അവർക്ക് ആ സമയം കൊടുത്ത് മധ്യസ്ഥർ കേൾക്കേണ്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടി സംസാരിക്കുന്നത്.
തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെയും ആ ഒരു സൈസും ഞങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയും ഞങ്ങളുടെയും ഒരു ക്യാരക്ടറും റിയാക്ഷനും റെസ്പോൺസും ഒക്കെ എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഉള്ളിലും കൃത്യമായിട്ടുള്ള ഹീറോഹിയ രക്തം തന്നെയാണ് ഓടുന്നത്. പക്ഷേ വളരെ വിവേകപരമായിട്ട് പെരുമാറാൻ വേണ്ടി എൻ്റെ നേതാക്കളായിട്ടുള്ള രാമചന്ദ്രനും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ ഉപദേശിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ വളരെ പൊളൈറ്റായിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ. ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് വ്യതിരിക്കാൻ ഇന്നലെയൊക്കെ അറിയാതെ പോലും എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ചില ആളുകളുടെ വായിൽ നിന്ന് ഈവൻ ഞാൻ ഇനി ആരെയും പറയുന്നില്ല, അതായത് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വോയിസുകൾ വന്നു തുടങ്ങി. അപ്പം അത് ദയവ് ചെയ്തിട്ട് നിർത്തണമെന്ന് വളരെ താഴ്മയോടുകൂടി റിക്വസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിർത്താതെ അബദ്ധത്തിൽ നിങ്ങളുടെ കൈവിട്ട് പോയാൽ ഞങ്ങൾക്കും അതിനു വേണ്ടി ക്ഷമിക്കുന്നതിൽ പരിമിതികളുണ്ടാവും. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പമുള്ള ആളുകളും ബ്രേക്ക് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. സ്ഥാപനത്തിന് ഒന്നും സംഭവിക്കില്ല. എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. വളരെ ശക്തമായിക്കൊണ്ട് നേരിടാനുള്ള നല്ലൊരു ടീം ഞങ്ങളടുത്തുണ്ടാവും. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വളരെ യുക്തിപൂർവ്വം ആലോചിച്ചിട്ട് ആ ആവശ്യമില്ലാതെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കുന്ന ആളുകളിന് ഈ വീഡിയോ കാണുന്ന ആർക്കും സ്നേഹമോ ബന്ധമുണ്ടെങ്കിൽ ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സാധാ ഈഴവീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലെ വിഷയങ്ങളെ പർവ്വതീകരിച്ച് തമ്മിൽ തല്ലുകൂടുന്ന ഒരു പ്രസ്ഥാനവും ആളുകളുമല്ല നമുക്കിനി മുന്നോട്ട് പോകേണ്ടത്. വിവേകപരമായിട്ട് ഒരു ടേബിളിൻ്റെ ചുറ്റുപാട് വരുന്ന 10 മിനിറ്റ് കൊണ്ട് വിഷയം തീർക്കാൻ കഴിവുള്ള ലീഡർഷിപ്പാണ് നമുക്ക് വേണ്ടത്. ഒപ്പം അണികളാണ് വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കൊണ്ടുവരാനും എത്രയും വേഗം ഞാൻ ഇത് മീഡിയേറ്റേഴ്സിനെ, അതായത് രാജേഷ് ഏട്ടനെയും ജയേഷേട്ടൻ്റെ സ്ഥലത്തില്ലാവുന്നു അരവിന്ദേഷേട്ടനെയും ബന്ധപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച യോഗം ഞങ്ങളെ കൂടിയതിന് ശേഷം തീരുമാനമെടുത്തിട്ട് ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? കേസ് ഒന്നുമില്ല. മുമ്പ് ഇങ്ങനെ കണ്ടസ്റ്റ് ചെയ്ത് പോയിട്ട് എന്തോ ഒരു ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടി അവർ ചെയ്യാത്തതുകൊണ്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹിയറിംഗ് നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ആവാനൊരു സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഒപ്പിട്ട് പോകുന്ന സത്യാവസ്ഥ ബോധിപ്പിച്ചു. ഇപ്പോൾ കോടതിയിൽ അത് ഒപ്പിട്ട ആളുകളെ വന്നിട്ട് അതല്ലാന്ന് പറഞ്ഞു. അപ്പോൾ കോടതി അതൊന്ന് പെൻഡിങ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വീണ്ടും അത് കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ആവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കണ്ടസ്റ്റ് ചെയ്യാൻ പറയും. കണ്ടസ്റ്റ് ചെയ്യാൻ എന്താണ് കേസ് അവരെന്താണോ കേസിൽ ഓർഡർ അവർക്ക് നടത്തേണ്ടത് നടത്തിയിട്ട് പോകും. അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കലാണ്. ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ സിവിൽ ലോസിൻ്റെ ലിമിറ്റേഷനും അതിൻ്റെ ബെനിഫിറ്റ്സും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്ത് സംഭവിക്കുമെന്നും മുക്കുതാദിക്കായിട്ട് പരിഹാരം കഴിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയും. അപ്പോൾ അതുകൊണ്ട് വിവേകപരമായിട്ട് ഒരു കാര്യം ഉറപ്പിക്കുക. ഇതിൻ്റെ അകത്ത് കൽപ്രേറ്റ് ആയിട്ടുള്ള എനിക്ക് പറയാനുള്ളത്, അവർ ദിവാരൻ്റെ വീട്ടിൽ ഒപ്പിടാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുത്ത പോലുള്ള കള്ള നാണയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ കള്ളനാണയങ്ങളുടെ പ്രേരണയോ അവൻ്റെ ഫൗളിങ്ങിനോ വഴങ്ങിയിട്ട് അറിയാതെ ഇങ്ങനെ പെട്ടുപോയിട്ട് നമ്മളിവിടെ ബാക്കിയുള്ള ആളുകൾ തമ്മിൽ തല്ലുന്നത് കാണാൻ വേണ്ടി, അത് കണ്ട് ചിരിക്കാൻ വേണ്ടി വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഇന്നലെ ചിരിച്ച ആളുകളിൽ, ഇന്നലെ സന്തോഷിച്ച ആളുകളിൽ പെട്ട കുറച്ച് ആളുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ വിവേകപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് എല്ലാവരുടെ വളരെ ശക്തമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.